ശബരിമലയിലെ അരവണയും അപ്പവും 3 മാസം മുൻപ് തയ്യാറാക്കുന്നതോ? ശബരിമലയിലെ അരവണയും അപ്പവും വളരെ പ്രധാനപ്പെട്ട പ്രസാദങ്ങളിൽ ഒന്നായിട്ടാണ് അയ്യപ്പ ഭക്തർ കാണുന്നത്. എന്നാൽ ഇത് പ്രസാദമല്ല എന്നും അരവണയും അപ്പവും 3 മാസം മുൻപേ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് എന്നുമുള്ള വാദവുമായി മന്ത്രി ഗണേഷ് കുമാർ. ഭഗവാന് നിവേദിക്കുന്ന പ്രസാദമായി ഞാനിതിനെ കാണുന്നില്ല. ഭഗവാന് മുന്നിൽ കൊണ്ടുവച്ച് പൂജിച്ച് നിവേദിച്ച് തരുന്നതാണ് പ്രസാദം. ഇത് 3 മാസം മുൻപേ ഉണ്ടാക്കി വയ്ക്കുന്ന ഉൽപ്പന്നം എന്നും അദ്ദേഹം പറയുന്നു. ശബരിമലയിലെ തിരക്ക് കുറയ്ക്കാൻ അപ്പം അരവണ വിതരണം പമ്പയിലേക്ക് മാറ്റണമെന്നും അദ്ദേഹം പറയുന്നു. 10 പേർ ഒരുമിച്ച് ശബരിമലയിൽ പോകുമ്പോൾ 2 പേർ പോയി ക്യൂ നിന്ന് അപ്പവും അരവണയും വാങ്ങുമായിരിക്കും. 8 പേർ അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ സന്നിധാനം നിറയും. അതേസമയം പമ്പയിലാണ് അത് വിതരണം ചെയ്യുന്നതെങ്കിൽ അവർ ബാങ്ക് വഴിയാണ് അത് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ പണമടച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് താഴെ നിന്ന് അത് വാങ്ങിപ്പോകാം. ഇത്തവണ ശബരിമലയിൽ മകരവിളക്കിന് തീർത്ഥാടക തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ നിയന്ത്രണങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ ദർശനം ഒരുക്കാൻ ജനുവരി 10 മുതൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഉണ്ടാവില്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. 14-ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി 50,000 ആയും മകരവിളക്ക് ദിനമായ 15-ന് 40,000 ആയും പരിമിതപ്പെടുത്തി. പോലീസിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ദേവസ്വം ബോർഡ് തീരുമാനം. മകരവിളക്കിനോടടുത്ത ദിവസങ്ങളിൽ സന്നിധാനത്തും പരിസരങ്ങളിലും ഭക്തജന തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാൻ തീരുമാനിച്ചത്.